നമുക്ക് അങ്ങനെ ഒരിക്കലും അടച്ചാക്ഷേപിച്ച് പറയാൻ പറ്റില്ല. ഒരുപാട് വ്യക്തികള് ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളെ നമുക്കറിയാം. അതായത് കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ഓരോ പൈസയും അവർക്ക് സെൽഫായിട്ട് പോലും ചെലവാക്കാതെ അത് മുഴുവൻ ഫാമിലിക്ക് കൊടുത്തും അവരുടെ സന്തോഷങ്ങളെല്ലാം കണ്ട് വർഷങ്ങളോളം പ്രവാസി ജീവിതത്തിൽ ഏർപ്പെടുന്ന പ്രവാസികളുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ട് ഒരുപാട് സർവീസിലൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കൂടുതലായിട്ടും ഇപ്പോൾ ഈ പ്രവാസ ലോകത്തും പ്രവാസികളിലുമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലരും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വേണമെന്ന് വെച്ച് പോകുന്നതല്ല. പാർട്ണറുമായിട്ടും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അകന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഒരു പ്ലഷർ കിട്ടാൻ ആ ഒരു ഇടവേളകൾ കുറച്ചും കൂടി ഒരു പ്ലഷറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി വെക്കുന്ന ബന്ധങ്ങളാണ് പലപ്പോഴും മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത്. കൂടുതലും പോൺ വീഡിയോസ് അല്ലെങ്കിൽ മസാജ് സെന്റേഴ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ ചുറ്റുപാടുകളും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. റൂംമേറ്റ്സും മറ്റ് കൂടെ ഉള്ളവരും ഒക്കെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ തനിക്കും എന്തുകൊണ്ട് ആയിക്കൂടാന്നൊരു തോട്ട്സിലോട്ട് പലരും ഇങ്ങനെ റിലേഷൻഷിപ്പിലോട്ട് എത്തിപ്പെടാറുണ്ട്. പലപ്പോഴും വളരെ തമാശയ്ക്ക് തുടങ്ങുന്ന ബന്ധങ്ങള് വളരെ സീരിയസ് ആയിട്ട് പിന്നീട് ഫാമിലിയിലോട്ട് മറിയുകയും വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊരു ലെവലിലോട്ട് നമ്മൾ അതിന് ഏത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിലും എത്തിച്ചേരുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അഫേഴ്സ് ഒരു പരിധിവരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.